നമുക്ക് സരസ്വതി ടീച്ചറിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വീണ ഫാമിലി ട്രിപ്പിനെ കുറിച്ച് സന്തോഷിന്റെ വീട്ടിൽ പറയുവാണ്. പക്ഷെ അത് മണിയമ്മയ്ക്ക് ഒട്ടുമൊന്നും അങ്ങ് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം എങ്ങനെയാ ചെയ്യേണ്ടതെന്നറിയോ? ഭർത്താവിന്റെ വീട്ടിൽ ആലോചിക്കണം. ഭർത്താവിന്റെ വീട്ടിൽ ആലോചിച്ച് വേണം കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ട്. അല്ലാതെ സ്വന്തം വീട്ടിൽ പോയി തീരുമാനിച്ചുറപ്പിച്ച് ഇവിടെ വന്ന് എല്ലാവരുടെയും തലയിൽ അത് കെട്ടിയേൽപ്പിക്കാൻ നോക്കുമല്ല ശ്രമിക്കേണ്ട എന്നൊക്കെ പറയണം. ഇത് കേട്ടിഞ്ഞ് വീണയ്ക്ക് ഭയങ്കര വിഷമായി. ഈ സമയം എടങ്കോലമ്മാൻ പറഞ്ഞു, അതെ, ഭർത്താവിന്റെ വീട് പോലും ഭർത്താവിന് അതിന് എന്തേലും വില കൊടുത്തിട്ടുണ്ടെങ്കിലല്ലേ മണി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് പറയണ. അതുകൊണ്ട് പോവണ്ടെന്ന് പറയണ. അപ്പോഴേക്കും ആനന്ദിനോട് സുനിത പറഞ്ഞു, നന്നായി പോവണ്ടെന്ന് പറഞ്ഞു. ഓ, അത്രയും രക്ഷപ്പെട്ടു. അവ ആ പിള്ളേരെങ്കിലും പോയി സന്തോഷത്തോടെ വരട്ടെ എന്ന് പറയണ. നീ എന്താടി അവന്റെ ചെവി കുശൂഷിക്കുന്നെന്ന് ചോദിക്കാം. അതെന്താ? എനിക്ക് എന്റെ ഭർത്താവിന്റെ ചെവി കുശൂഷിത്തൂടെ? എന്റെ ഭർത്താവിനോട് പറയാൻ പോകുന്ന സ്വകാര്യമൊക്കെ ഞാൻ എല്ലാവരും വിളിച്ചു പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കാം. എടങ്കോലിന് അതങ്ങോട്ട് പിടിച്ചില്ല. എടങ്കോല് പറഞ്ഞു, വെറുതെ അല്ലടി നീ ഇങ്ങനെ അങ്ങോട്ട് നിന്ന് പോന്നേ എന്നൊക്കെ പറഞ്ഞ് എന്റെ കൈയും കൊണ്ട് ആംഗ്യവും കാണിക്കണം. അപ്പോഴേക്കും ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല സുനിതയ്ക്ക്. സുനിത പറഞ്ഞു, ദേ പ്രായമൊന്നും ഞാൻ നോക്കത്തില്ല കേട്ടോ. ഇമാതിരിയുള്ള വർത്താനം പറഞ്ഞ് എന്റെ അടുത്തേക്ക് വന്നോണ്ടല്ലോ, ഞാൻ പ്രായത്തെ നോക്കാതെ ചിലപ്പോ ഞാനും എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞു പോകും. എന്റെ അടുത്ത് അഭ്യാസം ഒന്നും വേണ്ടാന്ന് പറയണം. അപ്പോഴേക്കും എടങ്കോല് പറഞ്ഞു, കണ്ടില്ലേ കണ്ടില്ലേ അവൾ എന്നോട് പറഞ്ഞ കണ്ടില്ലേ എന്ന് ചോദിക്കാം. ആനന്ദ് പറഞ്ഞു, എന്തിനാ പോറ്റി ഇങ്ങനെയൊക്കെ? പോറ്റിക്ക് പോറ്റിയുടെ ഒരു സ്ഥാനം ഉണ്ടല്ലോ, അവിടെ നിന്നാ പോരെ. വെറുതെ എല്ലാത്തടത്തും കിടന്ന് മെഴുകേണ്ട കാര്യമുണ്ടോ? ഇതേ ഇവള് പറഞ്ഞതിന്റെ ബാക്കിയായിരിക്കും ഇനി ഞാൻ പറയാൻ പോകുന്നത്. പറഞ്ഞു കേട്ടല്ലോ, എന്റെ ഭാര്യയെ കുറിച്ച് നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യമൊന്നും പറയേണ്ട കാര്യമൊന്നും ഇല്ലാന്നൊക്കെ പറയണം. അങ്ങനെ ആനന്ദം കൂടെ കുറ്റപ്പെടുത്തി കഴിഞ്ഞപ്പോ പോറ്റി ആകെപ്പാടെ നാണം കിട്ടുപോയി. ആ സമയത്ത് മണിയൻ പറഞ്ഞു, ദേ ഒരു കാര്യം ഞാൻ പറയാം, എന്റെ അണ്ണനെ കുറ്റപ്പെടുത്തി സംസാരിക്കില്ല, അതും ഇന്നലെ വന്നു കയറി ഒരു പെണ്ണിന്റെ മുന്നിൽ വെച്ച് എന്ന് പറയണേ. അത് കേട്ടപ്പോ ആനന്ദ് പറഞ്ഞു, അമ്മേ ആരും എന്തേലും പറഞ്ഞാണോ? കാരണം പോറ്റി ഇങ്ങോട്ടേക്ക് ഇടങ്കോലിടാൻ വന്നോണ്ടല്ലേ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. പോറ്റി നിൽക്കേണ്ട സ്ഥാനത്ത് പോറ്റി നിന്നാ പോരേന്ന് ചോദിക്കാം. അത് കേട്ട് ഞാൻ പോറ്റി ഇങ്ങനെ ഒരു പഴമൊക്കെ തിന്നോണ്ട് ഇങ്ങനെ കരയുന്ന മട്ടിൽ അങ്ങോട്ട് പോവാണ്. ആ പറയാൻ മണിയമ്മ എങ്ങനെ നിട്ടു, സാരമില്ലണ്ണ പോട്ടെ എന്നൊക്കെ പറയണം. എന്തിനേറെ പറയുന്നു, സന്തോഷിനും അച്ഛനും എല്ലാവർക്കും നല്ല കട്ടക്കലിപ്പായി മണിയമ്മയുടെ ആ ഒരു പ്രകടനം എല്ലാം കണ്ടു കഴിഞ്ഞപ്പോ. പിന്നീട് ആകെപ്പാടെ വിഷമിച്ച് വീണ മുറിയിലേക്ക് വരുവാണ്. അപ്പോഴേക്കും സന്തോഷം വന്നിട്ട് പറഞ്ഞു, പോട്ടെ വീണ, സന്തോഷം സമാധാനം ഉണ്ടെന്ന് കൂട്ടിയാൽ മതി. അല്ലെങ്കിൽ രണ്ട് ഫാമിലിയെ വെച്ചുള്ള ട്രിപ്പൊന്നും ഒരിക്കലും സാധ്യമാകുന്ന കാര്യമല്ല. ഒരു ഫാമിലിയാണ് പിന്നെയും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് എടങ്കോലിന്റെ കാര്യം അറിയാലോ. എടങ്കോൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. നീ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അല്ല എടങ്കോലിന്റെ സ്വഭാവം. ഇത് കേട്ടപ്പം ഭയങ്കര വിഷമമായി പോയി വീണയ്ക്ക്. വീണോ എന്നാലും നമ്മൾ തന്നെ ഒരെന്നാലും ഇല്ല. ഞാൻ നോക്കിയിട്ട് എനിക്ക് ഇപ്പോഴും ഒരു സമാധാനമായത്, ഇവിടെ നിന്നും കൂടെ എല്ലാവരും കൂടെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ആകെപ്പാടെ പ്രശ്നമായി തീർന്നേനെന്ന് പറയണ. അതെന്തായാലും നന്നായല്ലോ, നമുക്ക് അടിച്ചു പൊളിച്ചു പോയിട്ട് വരാം എന്നൊക്കെ പറയാണ്. അത് കേട്ടേം വീണ ശരി, ഇനി ഞാനെന്ത് പറയാനാ എന്നൊക്കെ പറയണ. പിന്നീട് വിഷ്ണു ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് രാധ നോക്കി നിൽക്കുകയാണ്. വിഷ്ണു അങ്ങനെ വന്ന് ഇറങ്ങി കഴിഞ്ഞ ഉടനെ രാധ എന്നിട്ട് ചോദിച്ചു, എന്തായി വിഷ്ണു ഏട്ടാ, ലീവും കാര്യങ്ങളൊക്കെ കിട്ടിയോ എന്നൊക്കെ ചോദിക്കണം. ലീവിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല എന്ന് പറയാം. അതെന്താ? അപ്പളെ ഏതായാലും കിട്ടാൻ പോകുന്ന എനിക്ക് തോന്നില്ല. കല്യാണത്തിന് വേണ്ടി ലീവൊക്കെ എടുത്തല്ലോ, അതുകൊണ്ട്. ഇത് എന്ത് പരിപാടി വിഷ്ണുവേട്ട കാണിച്ചേ? അപ്പൊ വിഷ്ണുവേട്ടൻ വരുന്നില്ല ട്രിപ്പിന്? എല്ലാരും ട്രിപ്പിന് പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയെന്ന് പറയാം. അതെ, തൽക്കാലത്തേക്ക് നിങ്ങളെല്ലാം പോയി അടിച്ചു പൊളിച്ചിട്ട് വാ, ഞാനില്ല എന്ന് പറയണം. ഇതെന്ത് പരിപാടിയാന്ന് ചോദിക്കുക. രാധയ്ക്ക് ദേഷ്യം വന്നു. അല്ലേലും അത് അങ്ങനെയാണല്ലോ, ഒരു നല്ല കാര്യത്തിന് നിങ്ങൾ വരത്തില്ലോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ്. വിഷ്ണു അങ്ങനെ ഡ്രസ്സൊക്കെ മാറുന്ന സമയത്ത് രാധയോട് പറഞ്ഞു, ഇതേ രാധേ, ഞാനേ വന്നിട്ട് ഒരു ഗ്ലാസ് ചായ എങ്കിലും നിനക്ക് എടുത്തുതരാൻ വരെന്ന് ചോദിക്കാം. പിന്നെ ഞാനിവിടെ വെറുതെ അല്ല ഇരിക്കുമല്ലായിരുന്നോ, ഇത്ര സമയം ഞാനിവിടെ പണിയായിരുന്നു പറയാം എന്ന് പറഞ്ഞോണ്ട് ഒരു ചായ എടുത്തെന്നോർത്ത് നിനക്ക് എന്തെങ്കിലും കുഴപ്പം വരാനുണ്ടോന്ന് ചോദിക്കാം. ദേഷ്യപ്പെട്ട് രാധ അങ്ങോട്ടേക്ക് പോയി പിന്നെ ഒരു ചായ എടുത്തോണ്ട് കൊടുക്കുകയാണ്. എന്നാ കുടിക്കാനും പറഞ്ഞ് കൊടുക്കുക. വിഷ്ണു അത് കുടിച്ചിട്ട് വെച്ചു, ഇതാണോ ചായ എന്ന് ചോദിക്കുക. എന്ത്? ഇതിന് ഊളവെള്ളം എന്ന് പറയണേ. അങ്ങനെ വിഷ്ണു അതങ്ങോട്ട് വെച്ചിട്ട് പോവാണ്. അപ്പോഴേക്കും വിഷ്ണു ഒരു കോള് വന്നു. രാധ എതിർത്ത് രുചിച്ച് ചോദിക്കി, ഇത്ര വൃത്തികെട്ട ചായയോ, എന്റെ ദൈവമേ, ഇതൊരിക്കലും പ്രതീക്ഷിച്ചില്ലെന്ന് ഓർത്തോണ്ട് രാധ അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം വിഷ്ണുവിനെ വിളിച്ച് ജാവേദായിരുന്നു. ജാവേദിന് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു വിഷ്ണു. പിന്നീട് ചോദിച്ചു, ജാവേദ് എങ്ങനെയായി കാര്യങ്ങളൊക്കെ, അന്വേഷണമൊക്കെ എവിടം വരെ എത്തിയെന്ന് ചോദിക്കാം. സാറേ, ഞാൻ എന്താണെങ്കിലും അതിന്റെ പിന്നാലെ തന്നെയുണ്ട്. പിന്നെ തമിഴ്നാട്ടില് എന്റെ ഫ്രണ്ട് ഒരു പേഴ്സാനുണ്ട്, പുള്ളിക്കാരൻ ഭയങ്കര ആത്മാർത്ഥമുള്ളവനാ. ഒരു കാര്യം അന്വേഷിച്ച് കണ്ടെത്തണം എന്ന് വെച്ചാൽ അതിന്റെ പിന്നാലെ തന്നെയായിരിക്കും. ഈ പറഞ്ഞ കൃഷ്ണചന്ദ്രനെ കുറിച്ച് അന്വേഷിച്ചു. അയാള് കുറെ നാള് ബോധമില്ലാത്തൊരവസ്ഥയിൽ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു പറയാണ്. അഡ്മിറ്റോ? അതെ, ഒരു ആക്സിഡന്റ് കേസുമായിട്ട് ബന്ധപ്പെട്ട. അയാൾക്ക് ബോധമില്ലായിരുന്നു. കുറെ കാലം കഴിഞ്ഞിട്ട് അയാൾക്ക് ബോധം വന്നേ. അതിനുശേഷം അയാൾ വന്നിട്ടാണ് ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതെന്ന് പറയണം. ആഹാ,
അങ്ങനെയാണെങ്കിൽ അത് പുതിയ അറിവുള്ളൂ എന്ന് പറയണം. ഒരു കാര്യം ചെയ്യാം, ബാക്കിയും കൂടെ താൻ അന്വേഷിച്ച് കണ്ടെത്താൻ പറയണം. ഇതിനകത്ത് എവിടെയോ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാണുന്നുണ്ടല്ലോ. ശരി സാർ, ഞാൻ എന്റെ പിന്നാലെ തന്നെയുണ്ട്. സാറ് പേടിക്കൊന്നും വേണ്ട. സാറിന്റെ കല്യാണത്തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോന്ന് ചോദിക്കാം. അതൊക്കെ കഴിഞ്ഞു ജാവേരെ. ഇപ്പൊ ആ കുഴപ്പങ്ങളൊന്നും ഇല്ലാന്ന് പറയണേ. എല്ലാം കഴിഞ്ഞു, ഒന്ന് ഫ്രീ ആയിട്ട് വരുവാന്ന് പറയണേ. എന്നാ ശരി, ആയിക്കോട്ടെ, ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യണം. ആ സമയം ഇങ്ങനെ ആലോചിച്ചു, എന്തായിരിക്കും ഇതിന്റെ പിന്നിൽ രഹസ്യം എന്നിങ്ങനെ വിഷ്ണു ആലോചിക്കുകയാണ്. പിന്നീട് മഹേഷ് മുറിയിലേക്ക് വരുമ്പത്തേനും രേണു ആണെങ്കിൽ കുറെ ഡ്രസ്സൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചോണ്ടിരിക്കുക. ഇതെന്താ രേണു ഇത്? നമ്മളെന്താ ഒരു വർഷത്തേക്ക് താമസിക്കാൻ പോകാനുള്ളതാണ് നീ എടുത്തു വെക്കണമെന്ന് ചോദിക്കുക. അതെ, ഇത്രയൊക്കെ ഡ്രസ്സ് വേണോന്ന് പറയണം. ഇത്രയൊക്കെ ഡ്രസ്സ് എന്തിനാ? പിന്നെ എനിക്ക് വീഡിയോ ചെയ്യാനുള്ളതല്ലേ, റീച്ച് കിട്ടണം, ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇടണമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് മഹേഷ് പറഞ്ഞു, എന്നാലും ഇത് കുറച്ച് കൂടുതലാ. അത് എന്റെ മാത്രമല്ല, നിങ്ങൾ രണ്ടുപേരെ ഉണ്ട്, റിച്ചുകുട്ടനെ ഉണ്ട്, മഹേഷിന്റെ ഉണ്ടെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞും പറഞ്ഞു, മഹേഷ് പറഞ്ഞു, കൂടിപ്പോയ അവന്റെ 3-4 ജോഡി, എന്റെ അത്രയല്ലേ കാണത്തുള്ളൂ. നിങ്ങൾക്കൊക്കെ അത്രയൊക്കെ മതി എന്ന് പറയണം. പിന്നെ നിനക്കാണോ ഇതെല്ലാം? കുറെ പുതിയ ഡ്രസ്സ് എല്ലാം വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു. എടി, എന്തിനായാലും ഇത്രയും ഡ്രസ്സ്? ഇതൊക്കെ വേണം. മഹേഷ് എന്നൊന്നും കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് പറയണം. പെട്ടെന്ന് മഹേഷിന്റെ ഐഡിയ തോന്നി. മഹേഷ് പറഞ്ഞു, എടി, നമ്മൾ ഇവിടെ നിന്നെല്ലാം വലിച്ചു വാരി കൊണ്ടുപോകേണ്ട കാര്യമില്ല, അവിടെ ചെന്നിട്ട് നമുക്ക് വാങ്ങിക്കാം. അങ്ങനെയാണ്, പിന്നെ കുഴപ്പമില്ല, കുറെ സ്വെറ്ററും കാര്യങ്ങളും അങ്ങനെ എല്ലാം മേടിക്കാന്ന് പറയാം. അത് പറഞ്ഞപ്പോൾ അവിടുത്തെ എനിക്ക് 1-2 സ്വെറ്ററും കാര്യങ്ങളും എല്ലാം മേടിക്കണം. ഇത് കേട്ടപ്പോ മഹേഷ് ഇവിടുന്ന് വാങ്ങിച്ചോണ്ട് പോകാനാ? പിന്നല്ലാതെ. അവിടെ ചെന്ന് ഞാൻ പെട്ടി പൊട്ടിക്കുന്ന ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. നല്ല രീതി സ്റ്റൈലായിട്ട് ഇതൊക്കെ അറേഞ്ച് ചെയ്താലോ അതിനൊക്കെ റീച്ച് കിട്ടുള്ളൂ പറയാ. എന്റെ ദൈവമേ, ഇവളെ കൊണ്ട് ഞാൻ മടുത്തു പോകണല്ലോ എന്ന് പറയണം. അപ്പോഴേക്കും ഒരു നിമിഷം ആലോചിച്ചിട്ട്, അയ്യോ, ഞാൻ അതിന്റെ കാര്യം മറന്നുപോയെന്ന് പറയാം. എന്തിന്റെ കാര്യം? മഹേഷ് ഏട്ടാ അങ്ങ് മാറാൻ പറയണം. അങ്ങ് മാറിയിട്ട് അവിടെ ഒരു കവറിനകത്തുനിന്ന് ഒരു ഡ്രസ്സ് എടുക്കണം. ഇതെന്ത് ഡ്രസ്സാ? പട്ടാളക്കാരുടെ വേഷം. ഇത് വേണമെന്ന് പറയണേ. എന്തിന്? വാഗ അതിർത്തി പോയിട്ട് എനിക്ക് അവിടെ റീൽ ചെയ്യാനുള്ളതെന്ന് പറയണേ. ഈ വേഷം ഇട്ടോണ്ട? പിന്നല്ലാതെ, ഇതിട്ടോണ്ട് എനിക്ക് അവിടെ ഒന്ന് നിൽക്കണം. എന്ത് രസമായിരിക്കും അല്ലേ? ഇപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞ് അവിടെ അകത്തേക്ക് കയറി പോകണം. അപ്പോഴേക്കും റിച്ചുകുട്ടനോട് ചോദിച്ചു, എടാ, ഇതെന്താടാ നിന്റെ അമ്മയ്ക്ക് പറ്റിയത്? എനിക്കറിയത്തില്ല എന്റെ അച്ഛാ, കുറെ സമയം ഇത് ഒരുക്കാൻ തുടങ്ങിയിട്ടെന്ന് പറയാ. നമുക്ക് രണ്ടുപേർക്കും ആകെപ്പാടെ 3-4 ജോഡിയുള്ളൂ ഇത്രയും ദിവസത്തിന്. ബാക്കി എല്ലാം അമ്മ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നാന്ന് പറയണം. ആ സമയം മഹേഷ് അതൊക്കെ എടുത്തിട്ട് നോക്കണം. ഇതൊക്കെ എന്ത്? അപ്പം ഓരോന്നൊക്കെ എടുത്ത് നോക്കിയപ്പോഴത്തേനും മഹേഷിന്റെ കണ്ണ് തള്ളിപ്പോയി. ഇതൊക്കെ ഇട്ടോണ്ടാണ് അവൾ അവിടെ നടക്കാൻ പോകുന്നത്. ട്രൗസർ പോലുള്ള ചെറിയ കുട്ടിനക്കറൊക്കെ ഇട്ടോണ്ട്. ഇവളാളെ കൊള്ളാലോ, എന്റെ ഭഗവാനെ. അപ്പോഴേക്കാണ് അങ്ങോട്ടേക്ക് രേണു വന്നേ. രേണു പട്ടാളക്കാരുടെ വേഷമൊക്കെ ഇട്ട് ബെൽറ്റ് ഒക്കെ ഇട്ട് അടിപൊളിയായിട്ട് അങ്ങോട്ട് വരുവാണ്. ഇതെന്ത് കോലമാടിയത്? എങ്ങനെയുണ്ട്? സെറ്റപ്പ് ആണെന്ന് ചോദിക്കാം. എന്റെ പൊന്നോ, എടി, ഒരു കാര്യം ഞാൻ പറയാം, ഇതെങ്ങാനും ഇട്ടുണ്ട് അവിടെ പോയി നിന്നിട്ടെ പേടി കൊണ്ട് ചാവാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. എന്റെ ഋതുക്കുട്ടാ, നമുക്ക് ഓടിപ്പോയേക്കാം. ഇനി ഇവളുടെ അടുത്ത് നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ലെന്ന് പറഞ്ഞിട്ട് ഋതുവിനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടുവാണ്. അവിടെ നിൽക്കും മഹേഷ് ഏട്ടാന്ന് പറഞ്ഞുകൊണ്ട് രേണു ഓടുവാണ്. അപ്പോഴേക്കും രാധ അങ്ങോട്ടേക്ക് വന്നു. രാധ ചോദിച്ചു, ഇതെന്ത് വേഷമാണ് രേണു എന്ന് ചോദിക്കാം. അതെ, വാഗതിർത്തി പോയിട്ട് എനിക്കൊരു പെർഫോം ചെയ്യാനുള്ളതെന്ന് പറയണം. ആഹാ, ഇങ്ങനെയോ? നിനക്ക് എന്താ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോന്ന് ചോദിക്കണം. വേഷമൊക്കെ മര്യാദയ്ക്ക് മാറി വെക്കാൻ പറയണേ. അപ്പോഴേക്കും കല്ലു അങ്ങോട്ട് വന്നിട്ട് കൊള്ളാം, ഇത് സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയണേ. സൂപ്പർ ആയിട്ടുണ്ടോ? പിന്നല്ലാതെ, നല്ല അടിപൊളി വേഷം. ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യാം, അങ്ങനെ അങ്ങ് നിൽക്കേ, ഞാൻ കുറച്ച് റീൽസ് ഒക്കെ പിടിക്കാം എന്ന് പറയണം. അങ്ങനെ രേണുവിനെ നിർത്തി കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോഴേക്കും കാവ്യ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, എന്റെ ദൈവമേ, എന്തൊക്കെ കാണാനിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കുവാണ്. പിന്നീട് കാവ്യയും കൂട്ടി കല്ലു പോകുന്ന വീണയെ കാണാൻ വേണ്ടിട്ടായിരുന്നു. അങ്ങനെ ഒരു ബീച്ചിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് കാവ്യനെ അവിടെ ഒരു ഐസ്ക്രീം ഒക്കെ മേടിച്ച് പിടിച്ചിരുത്തിയിട്ട് വീണയും കല്ലും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് വീണ ചോദിച്ചു, അല്ല, എന്താ പരിപാടി? നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ അമ്മയുടെ അവസ്ഥ? ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കല്ലു പറഞ്ഞു, അതൊന്നും ഓർത്ത് പേടിക്കണ്ടെന്ന് പറയണം. അല്ല, നീ എന്തേലും പ്ലാൻ മനസ്സിൽ കണ്ടിട്ടുണ്ടോ കല്ലൂസേ? അതൊക്കെ ഉണ്ടെന്ന് പറയണം. പിന്നീട് പറഞ്ഞു, അതെ, നമ്മൾ പോകുന്ന സമയത്ത് ഒരു സ്പെയർ കീ നമുക്ക് അവിടെ വെച്ചിട്ട് പോകാന്ന് പറയണം. അതിപ്പം ചേച്ചിയോട് വിളിച്ചു പറഞ്ഞാൽ മതി, കണി ചേച്ചിയോട് പറഞ്ഞാൽ മതി സ്പെയർ കീ എവിടെയാ വെച്ചേക്കുന്നതെന്ന്. വീടിന്റെ എല്ലാ റൂമിന്റെ എല്ലാം കൂടെ ചേർത്തൊരു സ്പെയർ കീ വെച്ചിട്ട് പോവാം. അത് ചേച്ചി എടുത്ത് വീടൊക്കെ തുറന്നോളും. പിന്നെ അതെ, അമ്മമ്മയുടെ ചേച്ചിയുടെ ലോകമായിരിക്കും, കണി ചേച്ചിയുടെ ലോകമായിരിക്കും എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ വീണ പറഞ്ഞു, ആർക്കും ഒരു സംശയം തോന്നത്തില്ലോ അല്ലെ? എന്ത് സംശയം തോന്നാനായിട്ട്? ഒരു സംശയം തോന്നത്തില്ല. പിന്നെ അവരായി അവരുടെ പാടായി. അവര് കുറച്ചു ദിവസങ്ങൾ അടിച്ചു പൊളിക്കട്ടെ എന്ന് പറയണം. അപ്പോഴേക്കും അവിടെ നിന്നിട്ട് കാവ്യ വിളിച്ചു പറഞ്ഞു, അതെ, എനിക്ക് ഐസ്ക്രീമും കൂടെ വേണമെന്ന് പറയാം. ഇവളുടെ ഒരു ഐസ്ക്രീം തീറ്റ, നീ പതുക്കെ കഴിച്ചാൽ മതി എന്ന് പറയണം. അപ്പോഴേക്കും വീണ പറഞ്ഞു, ഞാൻ ഒരെണ്ണോടെ വാങ്ങിച്ചോണ്ട് കൊടുക്കാന്ന് പറയണം. അങ്ങനെ വാങ്ങിച്ചോണ്ട് കൊടുത്തു കഴിയുമ്പോഴത്തേനും കാവ്യ ചോദിച്ചു, എന്താ എനിക്കിവിടെ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു തന്നിട്ട് രണ്ടുപേരും കൂടെ അവിടെ ഒരു ഗൂഢാലോചന, എന്തോ ഭയങ്കര തന്ത്രം മെനയാണല്ലോ എന്ന് പറയണേ. ഒന്നുമില്ല കാവ്യക്കുഞ്ഞ്, നീ അവിടെ ഇരുന്നോളാൻ പറഞ്ഞിട്ട് വീണ കല്ലിന്റെ അടുത്തേക്ക് ഇല്ലാണ്.
കല്ലുവിനോട് പറഞ്ഞു, അതെ നമ്മുടെ പണികളൊന്നും ഒരിടത്തും പാളിപ്പോലെന്ന് പറയാം. ഇല്ല, ഒരിടത്തും പാളിപ്പാണ്ട് പോകുന്നില്ല. പിന്നെ കാശ്മീരിലേക്ക് പോകുന്ന കാര്യമുണ്ടല്ലോ, നമുക്ക് നോക്കാം. എവിടെയെങ്കിലും പോയി 1-2 ദിവസം കൂടെ സ്റ്റേ ചെയ്യാൻ പറ്റിയ നല്ല കാര്യമായിരിക്കും. കാരണം അമ്മയ്ക്ക് 2 ദിവസം കൂടെ കിട്ടൂല വീട്ടിൽ അടിച്ചു പൊളിക്കാനായിട്ട്, കനികൊച്ചുമായിട്ട്. അത് ശരിയാ. അപ്പൊ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ നിക്ക്? അതെ. പിന്നെ അമ്മയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കണം. അമ്മയ്ക്ക് പിന്നെ കനി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, കനിയാണ് വേറെന്നൊക്കെ ചെയ്തോളും, ആ ഒരു ധൈര്യം എനിക്കുണ്ട് എന്നൊക്കെ പറയണം. അങ്ങനെ അവർ ആ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുവാണ്. പിന്നീട് സരസ്വതി ടീച്ചർ ആകെപ്പാടെ വിഷമിച്ച് മുറിയിലിരിക്കുകയാണ്. വല്ലാത്തൊരു വീർപ്പൂട്ടല. ഒറ്റ മുറിക്കകത്ത് ഇങ്ങനെ അടച്ചിരിക്കണമല്ലോ. രാത്രി ഏതാ പകലെന്നേന്ന് അറിയത്തില്ല. പുറത്തു ജനലിൽ കൂടെ വരുന്ന ഇച്ചിരി വെട്ടം കണ്ടിട്ടാണ് അത് രാത്രിയാണോ പകലാണോ തിരിച്ചറിയുന്ന പോലും ആ ഒരു അവസ്ഥയാ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മഹേഷും രാധയും കൂടെ വരുന്നത്. മഹേഷ് എന്നിട്ട് ചെയ്തു, എന്താ അമ്മ സ്വപ്നം കാണുമെന്ന് ചോദിക്കാം. സ്വപ്നം കാണാനോ? എടാ, രാത്രിയെന്നോ പകലെന്നോ അറിയത്തില്ലാതെ ഞാൻ ഇവിടെ ഇരുട്ടുമുറിക്കകത്തിരിക്കുന്ന എനിക്ക് എന്ത് സ്വപ്നമാടാ ഉള്ളത്? ഞാൻ എന്ത് സ്വപ്നം കാണാനാ? പ്രതീക്ഷ ഉള്ളവനല്ലേ സ്വപ്നം കാണേണ്ടതുള്ളൂ. ഒരു പ്രതീക്ഷ ഇല്ലാതെ നടക്കുന്ന എനിക്ക് എവിടെ സ്വപ്നമാന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ രാധ പറഞ്ഞു, അമ്മേ മനഃപൂർവ്വമാണോ ഇങ്ങനെയൊക്കെ? പിന്നല്ലാതെ ഇതിനേക്കാളും ഭേദം ജയിലിൽ പോയി കിടക്കുമായിരുന്നു. ജയിലിൽ പോയി കിടന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു വെട്ടം വിളിച്ചാൽ കിട്ടുമായിരുന്നു എനിക്ക് തോന്നുന്നത്. എപ്പോഴെങ്കിലും പുറത്തിറങ്ങാലോ എന്നൊരു വിശ്വാസം, അത് നമുക്കൊരു പ്രതീക്ഷയാണ്. പക്ഷെ ഇത് അതുപോലും ഇല്ലാത്തൊരവസ്ഥയിലാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് മഹേഷ് പറഞ്ഞു, അമ്മേ ഇങ്ങനെയൊക്കെ വേണ്ടി ഞങ്ങൾക്കും വിഷമമുണ്ടെന്ന് പറയണം. നിനക്ക് വിഷമം കൊള്ളാടാ. വിഷമം ഉണ്ടെങ്കിൽ അതൊക്കെ നിന്റെയൊക്കെ മുഖത്ത് ഇത്തിരിയെങ്കിലും പ്രകടമാവും. അതെന്തേലും ഉണ്ടോ? ഒരിക്കലും ഇല്ലാന്ന് പറയണം. അല്ലെങ്കിൽ നീയൊക്കെ പുറത്തോടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് എന്റെ അമ്മ ഇരുട്ടുമുറിക്കകത്താണല്ലോ, ആഹാരം കഴിക്കുന്നുണ്ടോ ഇല്ലയോ, പുറത്തിറങ്ങുന്നുണ്ടോ ഇല്ലയോ എന്ന ആ ഒരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരും. നിനക്കൊന്നും അതില്ലാന്ന് എനിക്കറിയാം. കാരണം നിന്റെയൊക്കെ മനസ്സിന്റെ 7 അയലക്കത്ത് പോലും അതില്ല. അതുണ്ടായിരുന്നെങ്കിൽ നീയൊന്നും എന്നോട് ഇങ്ങനെ പെരുമാറില്ല എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഇതിനൊക്കെ എന്ത് ഉത്തരം പറയണമെന്ന് അറിയില്ലാതെ മഹേഷിന്റെ അതേം കൂടെ നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.